ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വഴിപാടി ശ്രീകണ്ഠൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നത്. 2-3 വർഷം മുമ്പ് മുതൽ വഴിപാടി ശ്രീകണ്ഠനെ എഴുന്നള്ളിപ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര അടുത്തറിയാൻ സാധിച്ചത് ഈ കഴിഞ്ഞ ഇടയാണ്. അതായത് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഉത്സവത്തിന് വന്നപ്പോഴാണ്. വഴിപാടി ശ്രീകണ്ഠൻ ആനയെക്കുറിച്ച് പറഞ്ഞാൽ, ഞാൻ നേരത്തെ തൊട്ടേ കാണുന്ന ഒരു ആനയാണ്. 2-3 വർഷം മുമ്പ് തൊട്ട് പല ഉത്സവ പറമ്പുകളിലും ഇതിനെ കണ്ടിട്ടുണ്ട്. അന്നൊരു ചെറിയ ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അതിൻ്റെ കൊമ്പ് ഒരു തെറ്റുകൊമ്പാണെന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയാൻ. ബാക്കി എല്ലാം കൊണ്ടും ആന സൂപ്പറാണ്. ആന എഴുന്നള്ളിച്ച് നിൽക്കുന്നത് കണ്ടാലും ഒരു അഴവുണ്ട്. എല്ലാം കൊണ്ടും ആന സൂപ്പറാണ്. പിന്നെ ആനയുടെ സ്വഭാവം, ആന ഒരു സാധു ആനയാണ്. പിന്നെ ആന പേടിയുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ ഒരു അത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു ഇതായിട്ട് പറയാൻ. നല്ല പേടിയുള്ള കൂട്ടത്തിലാണ്. പേടി എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് പെട്ടെന്നുണ്ടാകുന്ന സൗണ്ടുകൾ, അതായത് പടക്കം പൊട്ടുന്ന സൗണ്ടുകൾ, പുറകിൽ നിന്നുണ്ടാകുന്ന സൗണ്ടുകൾ, അതായത് ആർപ്പ് വിളിക്കുക, നായാട്ട് വിളിക്കുക, അങ്ങനെയൊക്കെയുള്ള സൗണ്ടുകളൊക്കെ പേടിയാണ്. പിന്നെ ഇരുട്ടത്ത് പോകുമ്പോൾ പെട്ടെന്ന് കേൾക്കുന്ന സൗണ്ടുകൾ, അങ്ങനെയൊക്കെയുള്ള സൗണ്ടുകളൊക്കെ ആനയ്ക്ക് പെട്ടെന്ന് പേടിയുള്ള, അങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ള ആനയാണത് ശ്രീകണ്ഠൻ. പിന്നെ ഞങ്ങൾ ഈ ആന വന്നിറങ്ങിയപ്പോൾ ഞങ്ങൾ സ്വീകരണം കൊടുത്തപ്പം പെട്ടെന്ന് ആർപ്പ് വിളിക്കുകയൊക്കെ ചെയ്തത്. അന്നേരം ചട്ടക്കാർ അന്നേരം തന്നെ വിലക്കിയായിരുന്നു. പുറകിൽ നിന്നൊക്കെ ആർപ്പ് വിളിക്കുക, അങ്ങനെയൊക്കെയുള്ളത് ചെയ്യരുതെന്ന് അന്നേരം തന്നെ അവർ വിലക്കിയായിരുന്നു. പിന്നെ അവർ ഇതിൻ്റെ സ്വഭാവത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. അന്നേരം ആനയുടെ ഫ്രണ്ടിൽ വെച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ, ആന അറിഞ്ഞുകൊണ്ട് തന്നെ പടക്കം പൊട്ടുന്നൊക്കെ ഫ്രണ്ടിൽ നിന്നൊക്കെ ആന എന്താണ് നമ്മൾ ചെയ്യുന്നതെന്നൊക്കെ അറിഞ്ഞാൽ പെട്ടെന്ന് കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആന അങ്ങനെയൊക്കെ പേടിക്കും. ഈ ആന അങ്ങനെ പേടിച്ച് തെറ്റിയിട്ടുള്ള ആനയാണ്. ഇതിനൊരു പേര് മായാവി. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്, മായാവിന്ന് ആദ്യമായിട്ട് കേൾക്കുകയാണ്. ശ്രീകണ്ഠൻ ആനയെന്നുള്ള ആ പേരെ നമുക്കറിയത്തുള്ളായിരുന്നു. ഇതിന് പേര് നേരത്തെ മായാവി എന്ന പേരുണ്ടായിരുന്നെന്നൊക്കെ ഇത് വന്നു കഴിഞ്ഞ് നമ്മൾ കൂട്ടുകാരൊക്കെ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. അതായത് മായാവി എന്ന് വിളിക്കാൻ കാരണം, ഇത് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇത് പോയി ഒളിക്കുക, ഇരുട്ടത്തോ അങ്ങനെയൊക്കെ പോയി ഒളിച്ചിരിക്കുന്ന സ്വഭാവം, ആളുകളുടെ കൺവെട്ടത്തുനിന്ന് മറഞ്ഞിരിക്കുന്ന സ്വഭാവം. അങ്ങനെയാണ് മായാവി എന്ന് ഇതിന് പേര് വന്നതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഉത്സവ ചടങ്ങുകളിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് പള്ളിവേട്ട. പല സ്ഥലങ്ങളിലും വ്യത്യസ്തതയാർന്ന ചടങ്ങുകളോടുകൂടിയാണ് നടക്കുന്നത്. ഞങ്ങളുടെ ക്ഷേത്രത്തിൽ പള്ളിവേട്ടയ്ക്ക് നായാട്ടുവിളി മാത്രമേ ഉള്ളൂ. മറ്റ് ചിലയിടത്തൊക്കെ പള്ളിവേട്ടയ്ക്ക് നായാട്ടുവിളിയോടൊപ്പം തന്നെ വേടനും അങ്ങനെയൊക്കെയുള്ള വേഷം കെട്ടിയുള്ള ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ശ്രീകണ്ഠന് പേടിയാണെന്നാണ് പറഞ്ഞത്. അതൊക്കെ വളരെ പേടിയുള്ള ഇതൊക്കെയാണ്. അത് അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന സൗണ്ടൊക്കെയാണ്. അതുകൊണ്ട് ശ്രീകണ്ഠന് പേടിയാണ്. ഞങ്ങളുടെ ക്ഷേത്രത്തിലാണെങ്കിൽ പോലും നായാട്ടുവിളി എല്ലാ കൊല്ലവും ഞങ്ങളുടെ അവിടുത്തെ സ്ഥലപരമായിട്ടുള്ള ഘടനാപരമായിട്ടുള്ള ഇത് വെച്ച് ആനയുടെ പുറകിൽ നിന്നാണ് നായാട്ട് വിളിക്കുന്നത്. ഈ പ്രാവശ്യം ഇവർ റിക്വസ്റ്റ് ചെയ്തായിരുന്നു നായാട്ടുവിളി ഫ്രണ്ടിൽ ആക്കണമെന്ന്. അതായത് ആന പെട്ടെന്ന് പുറകിൽ നിന്ന് സൗണ്ട് കേട്ടാൽ പെട്ടെന്ന് ഇത് പേടിക്കാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് നായാട്ടുവിളി ഫ്രണ്ടിലാക്കണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ആനയുടെ ഫ്രണ്ടിൽ നിന്നാണ് നായാട്ട് വിളിച്ചതും ആർപ്പ് വിളിച്ചതും ഒക്കെ. ഫ്രണ്ടിൽ നിന്ന് ആന നമ്മളെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആനയ്ക്ക് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാലും പേടിയുണ്ട്. അതിന്
അവർ അതിനെ ഇത് ചെയ്യാൻ വേണ്ടി, ആനയുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കരിമ്പും മറ്റ് മധുരങ്ങളും ഒക്കെ കരുതിയാണ് അവർ വന്നത് നായട്ടുകളി ആ സമയത്ത്. എങ്കിലും പുറകിൽ നിന്ന് പെട്ടെന്ന് സൗണ്ട് കേട്ടാൽ ഭയങ്കരമായിട്ട് പേടിക്കും. കാരണം പുറകിൽ നിന്ന് ഒരു ചെറിയ സൗണ്ട് പോലും കേട്ട് കഴിഞ്ഞാൽ ആന പെട്ടെന്ന് പേടിക്കുന്ന അങ്ങനെ. പിന്നെ ഈ ആന നല്ലൊരു തടിപ്പണി ചെയ്യുന്ന ആനയാണ്. തടിപ്പണിയിൽ വളരെ നല്ല വിദഗ്ധനായ ഒരു ആനയാണ് ശ്രീകണ്ഠൻ. വഴിപാടി ശ്രീകണ്ഠനും കാശിനാഥനും ഇവർ രണ്ടുപേരും ഒരേ ആനത്തറവാട്ടിലെ അംഗങ്ങളാണ്. കാശിനാഥനും ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഒരു ദിവസം എഴുന്നള്ളിക്കുകയുണ്ടായി. കാരണം ശ്രീകണ്ഠൻ ഒരു ദിവസം വേറെ എങ്ങാണ്ടോ എഴുന്നള്ളിപ്പിനോ പോയപ്പോൾ കാശിനാഥനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തായിരുന്നു. അന്നേരം കാശിനാഥൻ ഒരു ദിവസം ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഉണ്ടാവുകയായിരുന്നു. ശ്രീകണ്ഠനും കാശിനാഥനും ഒരേ വീട്ടിലെ അംഗങ്ങളാണെങ്കിൽ പോലും സ്വഭാവം കൊണ്ട് കീരിയും പാമ്പും പോലെയാണ്. അതായത് ചട്ടക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ശ്രീകണ്ഠനെ ഏത് വഴിയെ കൂടെ കൊണ്ടുവരുന്നു അതിൻ്റെ എതിർ വശത്തൂടെ വേണം കാശിനാഥനെ അഴിക്കൊണ്ട് പോകാൻ. അങ്ങനെയാണ് ഇവർ തമ്മിൽ കണ്ട. ശ്രീകണ്ഠന് പ്രശ്നമൊന്നുമില്ല, കാശിനാഥൻ ശ്രീകണ്ഠനെ അറ്റാക്ക് ചെയ്യും. ശ്രീകണ്ഠൻ ഒരു സാധു സ്വഭാവമാണ്, കാശിനാഥൻ കയറി അറ്റാക്ക് ചെയ്യും. അതുപോലെ ഒരേ ഉത്സവത്തിൽ പങ്കെടുപ്പിക്കാൻ പറ്റത്തില്ല. ഒന്നിച്ച് കൂട്ടാനായിട്ടോ അങ്ങനെയൊന്നും നിർത്താൻ പറ്റാവുന്ന സ്വഭാവമല്ല കാശിനാഥൻ്റെ. ശ്രീകണ്ഠനെ കയറി അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് ശ്രീകണ്ഠനെ കൊണ്ടുവരുന്ന വഴിയെ കൂടെ കൊണ്ടുവരികയല്ല. ശ്രീകണ്ഠൻ വന്ന് ഒന്നുകിൽ ഇപ്പുറത്തൂടെ ശ്രീകണ്ഠനെ കൊണ്ടുവരികയാണെങ്കിൽ കാശിനാഥനെ അപ്പുറത്തൂടെ കൊണ്ടുപോകും. ഒരുമിച്ച് മുഖം കാണിക്കുകയില്ല. അങ്ങനത്തെ സ്വഭാവമാണ് ഇവരുടെ രണ്ടുപേരുടെ. ഇത് അവർ ചട്ടക്കാർ തമ്മിൽ പറഞ്ഞുള്ള അറിവാണ്. പിന്നെ എനിക്ക് അറിയാവുന്ന ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാശിനാഥൻ ഒരു ദിവസമേ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നുള്ളതിനാൽ അധികം വീഡിയോസും ഫോട്ടോസും ഒന്നുമില്ല. ഉള്ളത് ഞാൻ പോസ്റ്റ് ചെയ്യാം. ഇതാണ് കാശിനാഥൻ. കിഴക്കടുത്ത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിനകത്ത് ശ്രീകണ്ഠൻ എഴുന്നള്ളിച്ച് നിൽക്കുന്ന വീഡിയോസൊക്കെ ഒത്തിരി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇതിനകത്ത് വഴിപാടി ശ്രീകണ്ഠൻ എഴുന്നള്ളിച്ച് നിൽക്കുന്ന രണ്ട് വീഡിയോസ് ഉൾപ്പെടുത്തുകയാണ്.